ഇപ്പൊ വിജയ് വന്ന സമയത്ത് ഇപ്പൊ വിജയുടെ വലിയ ഫാനല്ലേ. അതെ. വിജയ് വന്ന സമയത്ത് വിജയ് ഇതേപോലെ തന്നെ വിജയുടെ ആദ്യത്തെ സിനിമ 92-ലാണ് ഇറങ്ങുന്നത്. ആ സിനിമ ഇറങ്ങിയപ്പോ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇതേപോലെ സൂര്യയുടെ പോലെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. കളറിന്റെ പേരിലും അല്ലെങ്കിൽ ഈ അടുത്ത് ഊർവശി മാം പറയുന്നത് കേട്ടായിരുന്നു. ഈ ആ രൂപം കണ്ടപ്പോ ഇവന് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേരെയും ഇതേപോലെ തന്നെ ക്രിട്ടിക്സ് വലിച്ചു കീറിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോ നമ്മൾ റിവ്യൂവിനൊക്കെ പറയില്ലേ, അപരാധം, ദാരിദ്ര്യം പിടിച്ചത്, അങ്ങനെ പല ഇതേപോലെ അന്ന് ഇവരൊക്കെ കേട്ടിട്ടുള്ളതാണ്. അന്ന് പിന്നെ എഴുത്തായിരുന്നു. അന്ന് മാഗസീനും ഈ പറയുന്ന ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ള ചർച്ചകളിലാണ് ഇവരെയൊക്കെ വലിച്ചു കയറിയിട്ടുള്ളത്. വിജയുടെ ഫസ്റ്റ് സിനിമ ഫ്ലോപ്പായിട്ട് സെക്കൻഡ് സിനിമയിൽ വിജയകാന്ത് അഭിനയിച്ചു. വിജയകാന്ത് അന്ന് സ്റ്റാറാണ്. വിജയുടെ അച്ഛൻ്റെ സിനിമകളിൽ ഹീറോ ആയിരുന്ന ആളാണ് വിജയകാന്ത്. വിജയ്ക്ക് വേണ്ടി വിജയകാന്ത് ഒരു പൈസ മേടിക്കാതെയാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. അതായത് വിജയകാന്തിന്റെ സ്റ്റാർഡത്തിൽ വിജയനെ പൊക്കിക്കൊണ്ട് വന്നാണ്. ഈ ഒരു 1992-ലാണ് വിജയ് വരണത്. അന്ന് സൂര്യ വന്നിട്ടില്ലേ സിനിമയിൽ. സൂര്യ 96-ലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നേർക്കുന്ന പറഞ്ഞ സിനിമ 96-ലാണ്. ഏകദേശം ഒരു 95 കാലഘട്ടത്തിൽ അന്ന് ഒരു രജനി, കമലഹാസൻ അങ്ങനെ കുറേ പേരുണ്ടെങ്കിലും യുവതാരങ്ങളിൽ ശരിക്കും അന്ന് ഹീറോസ് എന്ന് പറയുന്നത് ടോപ്പ് ഹീറോ അരവിന്ദ് സ്വാമിയാണ്. അരവിന്ദ് സ്വാമി, പ്രഭുദേവ, പ്രശാന്ത്, ഇത് കഴിഞ്ഞിട്ടാണ് വിജയ്, അജിത്ത് ഒക്കെ. ഇപ്പൊ നമ്മള് അധികം എന്താ പറയാ സ്റ്റാർഡം വാല്യൂല് നിൽക്കാത്ത കുറെ ആക്ടേഴ്സിന്റെ ടൈം. ഇപ്പൊ ഗോട്ട് കണ്ടില്ലേ, ഗോട്ടിൽ വിജയുടെ ഫ്രണ്ട് ആയിട്ട് വന്ന ആളാണ് പ്രശാന്തും പ്രഭുദേവയൊക്കെ ഉണ്ട്. ഇവര് ഒരു കാലത്ത് വിജയുടെ ഒക്കെ മേളിലായിരുന്നു. പ്രശാന്തിന്റെ അച്ഛൻ വലിയ സ്റ്റാർ ആയിരുന്നു, പ്രശാന്തും വലിയ സ്റ്റാർ ആയിരുന്നു. അത് 90s ഇവർ അരവിന്ദ് സ്വാമിയും പ്രഭുദേവയും ഒക്കെ ആയിരുന്നു സ്റ്റാർ. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, കാതലൻ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പ്രഭുദേവ 60 ലക്ഷത്തിന്റെ മേളിലായിരുന്നു പ്രഭുദേവയുടെ റെമ്യൂണറേഷൻ. അത് വിജയും സൂര്യൊന്നും. പക്ഷെ ഇന്ന് വിജയും സൂര്യയും എങ്ങനെ എത്തി? കാരണം വിജയ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കേണ്ട. എങ്ങനെ വിജയ് ഒരു സ്റ്റാറായി ഇന്ന് രജനീകാന്തിനോടോ അല്ലെങ്കിൽ രജനീകാന്തിന്റെ മേളിൽ വരെ ശരിക്കും പറയുകയാണെങ്കിൽ ബിസിനസ് വൈസ് പറയുകയാണെങ്കിൽ രജനീകാന്തിന്റെ മേളിലാണ് ഇന്ന് വിജയുടെ സ്റ്റാർഡം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഫാൻസുകാര് പലതും പറയും. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ രജനിയാണോ വിജയാണോ എന്നുള്ള ലെവലിലാണ് ബിസിനസ് വൈസ് നിൽക്കുന്നത്. രണ്ടുപേരും കമേഴ്ഷ്യൽ ലെവലില് മോർ ദാൻ ആൻ ആക്ടർ അവരുടെ ഒരു സ്റ്റൈലും ഒക്കെ കൊണ്ടുവന്നിട്ട് രണ്ടുപേരും ആ ഒരു ലെവലിൽ എത്തിയ ആളുകൾ. സൂര്യ പിന്നെ വേറെ ലെവലിൽ നാഷണൽ അവാർഡ് കിട്ടി. ആക്ടർ എന്ന രീതിയിലും സൂര്യ കയ്യടി വാങ്ങി പോകുന്നുണ്ട്. ഇനിയിപ്പോ വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് ഇനി അടുത്ത വർഷം ജനനായകൻ. എന്താ തോന്നുന്നത്, അത് കഴിഞ്ഞ് വിജയ് അഭിനയിക്കണം എന്നാണ് എന്താ പറയുക ഫാൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹം, സത്യം പറഞ്ഞാൽ. പക്ഷെ പൊളിറ്റിക്സും അഭിനയും ഒരുമിച്ച് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ രണ്ടിനോടും ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥത വേണമല്ലോ. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം രണ്ടും ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്, പ്രത്യേകിച്ച് പൊളിറ്റിക്സ്. അപ്പം അങ്ങനെ ഒരാൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ നല്ലതെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അഭിനയം നിർത്താന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും വിഷമാണ്. കാരണം ഇപ്പൊ ഗോട്ട് തന്നെ ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് ലോജിക്, നമ്മൾ മലയാളി ഓഡിയൻസ് ഭയങ്കര ലോജിക് അല്ലെങ്കിൽ കഥ ഭയങ്കര അത്രയും ആഴത്തിലിറങ്ങിയിട്ട് ഒരു സിനിമയെ മുറിച്ച് പഠിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് അങ്ങനെ നോക്കുമ്പോൾ ആ സിനിമ ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ്. പക്ഷെ ആളുടെ ഓറ വെച്ചിട്ടാണ് നമ്മൾ ആ സിനിമ ഇപ്പൊ ടി-വിയിലോ അല്ലെങ്കിൽ OTT വന്നാൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്. എന്തുകൊണ്ടാണ്? വിജയ് എന്നുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട്. ഈ പറയുന്ന ഗോട്ട് അവിടെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അതായത് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞത്, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ലിയോനേക്കാളും തിയേറ്റർ ഷെയർ വന്ന സിനിമയാണ് ഗോട്ട്. അത് ലിയോ ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ. പക്ഷെ ഗോട്ട് ഇതിനെക്കാട്ടും ഷെയർ വന്ന സിനിമയാണ്. തമിഴ്നാട്ടിൽ അവർ വളരെയധികം എൻജോയ് ചെയ്ത സിനിമയാണ്. അത് വിജയുടെ ഒരു സ്റ്റാർഡം കൂടിയും കാരണമാണ് അത്.